ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളിതിന് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാനൊരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം കൂടെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ചിരകിയിട്ടുള്ള തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഈ തേങ്ങ ചിരകുന്നതിന് പകരം തേങ്ങയുടെ കഷ്ണങ്ങൾ ചെറുതാക്കി അരിഞ്ഞിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം കൂടെ കടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് നല്ല എരിവ് വേണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും പച്ചമുളകൊക്കെ നല്ല പോലെ നിങ്ങൾക്ക് ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കപ്പിനാണ് അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് 1 കപ്പ് പൊടി എന്നുള്ള അളവിലെടുക്കുക. അല്ലെങ്കിൽ കപ്പ് അളവിന് പകരം നിങ്ങളൊരു ഗ്ലാസ്സിന് മാവ് അളന്നെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് കലക്കിയെടുക്കണം. ഇനി നിങ്ങൾ പൊടിയുടെ അളവ് കൂട്ടുമ്പോൾ കോഴിമുട്ടയുടെ അളവ് കൂട്ടുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഇത് പൊങ്ങി ശരിയായി കിട്ടില്ല. ഇനി മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർത്തിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഒന്ന് മാവ് കലക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയിൽ വേണ്ട, നമ്മുടെ ദോശയുടെ മാവൊക്കെ പോലെ ആ ഒരു പാകത്തിനൊന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ വെള്ളം അളന്നിട്ടൊന്നുമല്ല ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാകത്തിന് മാവ് കലക്കിയെടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ മാവ് കുറേശ്ശെ കോരി ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ ഓയിൽ തടവി കൊടുത്താലും മതി. വളരെ കുറഞ്ഞ ഓയിലിൽ ചെയ്യുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിത് വഴറ്റിയെടുക്കേണ്ട അത്രയും ആ ഒരു അളവ് അത്രയും ഓയിലൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി നല്ല മൊരിഞ്ഞിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ കൂടുതലായിട്ട് ഒഴിച്ചിട്ട് ഉണ്ണിയപ്പമൊക്കെ പോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടും ഇത് എടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മൈദയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. റവയിലും മൈദയിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. കരിയാണ്ടത്തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതുപോലെ നല്ല രീതിയിൽ തന്നെ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് കോരി മാറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.